മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കബയതുള്ള മക്കത്താ. മുത്ത് വഫാത്തായ ഭൂമി മദീന, മണ്ണിലെ ചെലുള്ള സ്വർഗത്തോപ്പാ. ഹക്ക് പഠിപ്പിക്കാൻ റബ്ബ് അയച്ചുള്ള അംബിയ മുർസലിൻ ഹതീമരാ. ആമിന ബീവി പൊന്നുമ്മ, ബീവി ഹലീമ പോറ്റുമ്മ. ആരംഭ പൈതൽ പിറക്കും മുമ്പ് പിരിഞ്ഞു പൊന്നുപ്പ അബ്ദുള്ള. ആദ്യത്തെ ഭാര്യ ഖദീജുമ്മ, അവരിൽ പിറന്നു ഫാത്തിമ. ആദ്യത്തെ ഭാര്യ ഖദീജുമ്മ, അവരിൽ പിറന്നു ഫാത്തിമ. അഹ്ലുൽ ബൈത്തിലെ കന്യകൾ ചേരുന്ന ഹസൻ ഹുസൈനോരെ പൊന്നുമ്മ. മുത്തു നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കബയതുള്ള മക്കത്താ. മുത്ത് വഫാത്തായ ഭൂമി മദീന, മണ്ണിലെ ചെലുള്ള സ്വർഗത്തോപ്പാ. 6 വയസ്സിൽ ലബവായിൽ വെച്ച് കുഞ്ഞുമ്മ ആമിന ബീവി പിരിഞ്ഞു. ആറ്റലായി പോറ്റി പിന്നുപ്പൂപ്പ അബ്ദുൽ മുത്തലിബ് 8 വയസ്സിൽ മറഞ്ഞു. യതീമായി വളർന്നു നബി, സത്യം മാത്രം പറഞ്ഞു നബി. യതീമായി വളർന്നു നബി, സത്യം മാത്രം പറഞ്ഞു നബി. ഹക്ക് തൊടാത്തൊരു കാലത്ത് സത്യം പറഞ്ഞപ്പോ മക്ക മുഴുവൻ വിളിച്ചു അൽ അമീൻ, അൽ അമീൻ, അൽ അമീൻ, അൽ അമീൻ. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കബയതുള്ള മക്കത്താ. മുത്ത് വഫാത്തായ ഭൂമി മദീന, മണ്ണിലെ ചേലുള്ള സ്വർഗത്തോപ്പാ. 63 വയസ്സുകാലം മണ്ണിലെ ജീവിച്ചു മുത്തു നബി. അന്ത്യപ്രവാചകരെന്ന ദൗത്യം നബിയായി 40 വഹിറങ്ങി. 63 വയസ്സുകാലം മണ്ണില് ജീവിച്ചു മുത്തു നബി. അന്ത്യപ്രവാചകരെന്ന ദൗത്യം നബിയായി 40 വഹിറങ്ങി. 53 വയസ്സിലങ്ങ് പുണ്യമദീനത്ത് ഹിജ്റ പോയി. അബൂബക്കർ ഉമറും ഉസ്മാനും അലിയും ഖുലഫാ 60 പിൻഗാമി. മുത്തിനെ ഹൃത്തിലേക്ക് വെക്കുന്നോരെ നാളെ മഹ്ശറ മുറ്റത്ത് സ്നേഹത്തോടെ വിളിക്കും ഉമ്മത്തി, ഉമ്മത്തി, ഉമ്മത്തി. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കബയതുള്ള മക്കത്താ. മുത്ത് വഫാത്തായ ഭൂമി മദീന, മണ്ണിലെ ചേലുള്ള സ്വർഗത്തോപ്പാ. ഹക്ക് പഠിപ്പിക്കാൻ റബ്ബ് അയച്ചുള്ള അംബിയ മുർസലിൻ ഹതീമരാ. ആമിന ബീവി പൊന്നുമ്മ, ബീവി ഹലീമ പോറ്റുമ്മ. ആരംഭ പൈതൽ പിറക്കും മുന്നേ പിരിഞ്ഞു പൊന്നുപ്പ അബ്ദുള്ള. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്.